എത്താനാണ് സാധ്യത? 1950 കുറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ്. അത് UDF ക്യാമ്പിന് ആശ്വാസം പകർന്നാണ്. UDF ക്യാമ്പിന്റെ ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം നെയ്യാറ്റിൻകര, കോവളം, അതുപോലെ തന്നെ പാറശാല മണ്ഡലങ്ങൾ എണ്ണാനുള്ള മേഖലകളാണ്. അവസാന റൗണ്ടിൽ എണ്ണുന്നത് പാറശാല മണ്ഡലത്തിൽ എണ്ണാനുള്ളത് കാരക്കോണം, ആനപ്പാറ, കിളിയൂർ, വെള്ളറട, മുള്ളിലവുവിള തുടങ്ങിയ മേഖലകളാണ്. കോവളത്ത് അതുപോലെ അവണാകുഴി, കാഞ്ഞിരംകുളം, പുല്ലുവിള, വലിയതുറ, പൂവാർ, അരുമാനൂർ ഇതിൽ തീരദേശ മേഖലകളുണ്ട്. കോൺഗ്രസിന്റെ UDFന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളുണ്ട്. നെയ്യാറ്റിൻകരയിലാകട്ടെ ആറയൂർ, തിരുപുറം, കുളത്തൂർ, പൊഴിയൂർ, ഐര, ഉച്ചക്കട, കാരോട് തുടങ്ങിയ മേഖലകളുണ്ട്. ഇതാണ് പ്രധാനമായും പ്രതീക്ഷ നൽകുന്നത്. UDF കേന്ദ്രങ്ങൾക്ക് ഇനിയും ലീഡ് കുറഞ്ഞു വരുമെന്ന അവരുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം അതാണ്. എന്നാൽ വട്ടിയൂർക്കാവിലെ മേഖലകളും ഇതിനും അതുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. നഗരമേഖലകളാണ് ശാസ്തമംഗലം, കൂടൻപാറ, കുറവൻകോണം, മുട്ടട, പട്ടം, കവടിയാർ, നന്ദൻകോട്, TMG, കുമാരപുരം, പാറ്റൂർ, കുന്നുകുഴി തുടങ്ങിയ മേഖലകൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ എണ്ണാനുണ്ട്. അവിടെ വട്ടിയൂർക്കാവും തിരുവനന്തപുരം മണ്ഡലത്തെയും ഒരുപാട് ബൂത്തുകൾ എണ്ണാനുണ്ട്. അപ്പൊ BJPക്ക് പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് സമാസമമാണ് സാധ്യതകൾ ഇപ്പോൾ ഘട്ടത്തിൽ കരുതാൻ സാധിക്കുമോ? ഒരല്പം മുൻതൂക്കം ഇപ്പോഴും BJPക്ക് നൽകാം. അതിന് കാരണം ഈ 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ്. എങ്കിലും UDFും പ്രതീക്ഷ കൈവിടുന്നില്ല. ഇവിടേക്ക് നിർണായകമാകാൻ പോകുന്ന ഒരുപക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീരദേശ മേഖലയടക്കം ഇടതുമുന്നണിക്ക് പന്നിന്റെ വീതം ലഭിക്കുന്ന വോട്ടുകളാകും ഒരുപക്ഷെ നിർണായകമായി തീരുക. കഴിഞ്ഞ തവണയൊക്കെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആ മേഖലയിൽ വളരെ കുറഞ്ഞ വോട്ടാണ് ലഭിച്ചത്. അപ്പോഴും 2ാം സ്ഥാനത്തേക്ക് അവർ എത്തിയിരുന്നു. ഇത്തവണ 2ാം സ്ഥാനത്തെത്തിയാൽ ഒരുപക്ഷെ തിരിച്ചടിയാകും. ആ വോട്ടുകൾ UDFിലേക്ക് പോയാൽ മാത്രമേ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ മറികടന്ന് ഒരുപക്ഷെ തരൂരിനെ മുന്നോട്ട് വരാൻ കഴിയൂ. പന്നിന്റെ വീതം പിടിക്കുന്ന വോട്ടുകൾ ഈ മേഖല വളരെ നിർണായകമാണ്. രാജീവ് ചന്ദ്രശേഖരൻ അല്പം മുൻതൂക്കം മാത്രം. അരുൺ, ആറ്റിങ്ങിലെ സാഹചര്യം ആറ്റിങ്ങിൽ എങ്ങനെയാണ് അവസാനം ചിന്തിക്കുന്നത്? ആറ്റിങ്ങിൽ വീണ്ടും ശക്തമായ മത്സരം പുരോഗമിക്കുകയാണ്. അവിടെ നേരിയ ഒരു മുൻതൂക്കം, നേരിയ ഒരു ലീഡ് ഇപ്പോൾ അടൂർ പ്രകാശിനുണ്ട്. പക്ഷേ 237 വോട്ടിന് മാത്രം ലീഡാണ് ഈ ഘട്ടത്തിലുള്ളത്. അത് മാറി വരുമെന്ന പ്രതീക്ഷയാണ് ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. അഴൂർ പഞ്ചായത്ത് അടക്കം വി ജോയിയുടെ സ്വന്തം പഞ്ചായത്ത് അഴൂർ അടക്കം അവിടെ വോട്ട് എണ്ണാനുണ്ട്. അതാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. എന്നാൽ BJP അവിടെ പിടിക്കുന്ന വോട്ടുകളും വളരെ നിർണായകമായി തീരുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ശോഭാസുരനെ പിടിച്ചതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വോട്ട് ഇത്തവണ അവിടെ മുരളീധരൻ പിടിച്ചേക്കാം. മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളോടും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ കാര്യം ഒന്നും പറയാനാവാത്ത സാഹചര്യമാണ്. അടൂർ പ്രകാശിനോടും വി ജോയിയോടും കട്ടപിടിക്കുന്ന പോരാട്ടം വി മുരളീധരൻ കൂടി നടത്തുമ്പോഴാണ് ആറ്റിങ്ങൽ പ്രവചനാതീതമാകുന്നത്. അതേസമയം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഇനി രഞ്ജിത്ത് കണക്കിലെ കണികൾ ആണ് പ്രധാനം. അതായത് തീരദേശ മേഖല കഴിഞ്ഞ തവണ LDFന് കാര്യമായ വോട്ട് വിഹിതം നൽകിയിരുന്നില്ല. ഇത്തവണ അങ്ങനെയെങ്കിൽ പോലും അത് BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യം. ഈ 10,000 എന്ന ലീഡ് മറികടന്നുകൊണ്ട് വേണം ഇനി UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് സ്വന്തം പാളയത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് മുന്നേറാൻ. അപ്പോഴും അരുൺ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ BJP കോട്ടകളിലെ വോട്ടുകൾ ഇനിയും എണ്ണാനുണ്ട്. അങ്ങനെ തിരുവനന്തപുരവും അതാണ് തിരുവനന്തപുരത്ത് സിറ്റിയിലെ തിരുവനന്തപുരം നഗരം BJPയുടെ ശക്തി കേന്ദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴക്കൂട്ടത്തെ ചില ബൂത്തുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാകാനുണ്ട് എന്ന് കൂടി ചേർത്ത് വായിക്കണം. നേമത്ത് ചില ബൂത്തുകളിൽ ബൂത്ത് പൂർത്തിയാകാനുണ്ട്, ചില ബൂത്തുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാക്കാനുണ്ട്. പക്ഷെ അപ്പോഴും പാറശാല, നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ മേഖലകൾ BJPക്ക് അങ്ങനെ കടന്നു കയറാൻ പറ്റുന്ന പ്രദേശമാണ്. അവിടെയാണ് അരുൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അവിടെ പന്ന്യൻ രവീന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളെ ആശ്രയിച്ചിരിക്കും BJP സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത. അവിടെ പന്ന്യൻ രവീന്ദ്രൻ വളരെ കൃത്യമായി തന്നെ വോട്ടുകൾ പിടിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല, എന്തും സംഭവിക്കും. അല്പം മുൻതൂക്കം ചന്ദ്രശേഖരനുണ്ട്, രാജീവ് ചന്ദ്രശേഖരനുണ്ട് എന്നതാണ് അരുൺ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ലീഡ് കുറെ അധികം സമയമായി തുടരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി കാര്യം നടക്കുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ക്യാമ്പയിൻ തിരുവനന്തപുരം നിവാസികളുടെ ഹൃദയത്തിൽ തട്ടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആറ്റിങ്ങലിൽ വി ജോയ് വീണ്ടും മുന്നിൽ 346 വോട്ടുകൾക്ക് വി ജോയ് ആറ്റിങ്ങലിൽ മുന്നിൽ കയറുകയാണ്. ആറ്റിങ്ങലിൽ വി ജോയ് വീണ്ടും മുന്നിൽ 346 വോട്ടുകൾക്ക്. വി ജോയ് അവിടെ ആര് ജയിച്ചാലും ഭൂരിപക്ഷം നാമമാത്രമായിരിക്കും. അതാണ് പ്രധാനം. കാരണം അത്രത്തോളം വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നു. വി മുരളീധരൻ തൊട്ടുപുറകെ ഈ 2 സ്ഥാനാർത്ഥികൾക്കും 1% മാത്രം വോട്ടിന്റെ വ്യത്യാസത്തിൽ വി മുരളീധരൻ അവിടെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നു കൂടി ചേർത്ത് വായിക്കണം. ആറ്റിങ്ങലിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. 246 വോട്ടുകൾക്ക് മാത്രം ജയിക്കണമെന്നായിരിക്കും ഓരോ ഇടതുപക്ഷക്കാരും ഇപ്പോൾ ആശ്വാസം കൊള്ളുന്നത്. 2ഇടത്ത് BJP മുന്നിട്ട് നിൽക്കുമ്പോൾ ഒന്നായി അത് സ്ക്രീനിൽ പോലും കാണുന്നത് സഹിക്കില്ല അവർക്ക്. അപ്പോൾ
ആ കുറഞ്ഞ വോട്ടുകൾക്കെങ്കിലും വി ജോയിയുടെ ജയം ആഗ്രഹിക്കുന്നു ഇടതുപക്ഷം എന്നതാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ അയൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തിരുവനന്തപുരവും ആറ്റിങ്ങലും അങ്ങനെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന സാഹചര്യം. ഈ 2 മണ്ഡലവും ഇപ്പോഴും പിടികൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ആറ്റിങ്ങലാണ് ഏറ്റവും കൗതുകം. UDF LDF സ്ഥാനാർത്ഥികൾ ഓരോ നിമിഷവും അവരുടെ ലീഡുകൾ പരസ്പരം മാറ്റിക്കൊണ്ടിരിക്കുന്ന, അതും 1000-ൽ താഴെ. ഒരുപക്ഷെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ആര് ജയിച്ചാലും അത് വളരെ ചെറിയ മാർജിനിൽ, ഒരുപക്ഷെ 1000-ന് താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് എങ്കിൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ രേണുക പറഞ്ഞതുപോലെ ഒരു 2020 ക്രിക്കറ്റ് മത്സരത്തിന്റെ അത്രയും ആവേശത്തിൽ ആണ് ഇപ്പോൾ ആറ്റിങ്ങലിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ആശ്വാസം സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കിട്ടിയ അഡ്വാൻറ്റേജ് ആണ് LDFനെ സംബന്ധിച്ച് ഇത്ര ശക്തമായ ഒരു മത്സരം അവിടെ നടത്താനും ഈ ഒരു പ്രതീക്ഷയെങ്കിലും നിലനിർത്താനും സഹായിക്കുന്നതെന്നാണ് BJP-യുടെ ഒരു മുന്നേറ്റം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും BJP നടത്തുന്ന വലിയ മുന്നേറ്റം. തിരുവനന്തപുരത്ത് ലീഡ് നിലയിൽ 11,000 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ. ആറ്റിങ്ങലിൽ വി മുരളീധരനാകട്ടെ ഈ 2 സ്ഥാനാർത്ഥികളെക്കാൾ ഏതാണ്ട് 1% മാത്രം വോട്ട് കുറവിലാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് ചേർത്ത് വായിക്കണം. ശോഭാ സുരേന്ദ്രൻ നേടിയ 2,90,000 വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വോട്ടുകൾ പിടിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വലിയ പോരാട്ടം ഇവിടെ വി മുരളീധരൻ നടത്തുന്നു. അതാണ് ഇത്ര വലിയ സമാനതകളില്ലാത്ത കൃത്യമാകേണ്ടതുണ്ട്. പക്ഷേ രഞ്ജിത്ത് ഈ മുരളീധരന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇരുഭാഗത്തു നിന്നും വോട്ടുകൾ അടർന്നു മാറിയിട്ടുണ്ടാകണം. ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും വോട്ടുകൾ അടർന്നു മാറിയിട്ടുണ്ടാകണം എന്ന് വേണമല്ലോ നമുക്ക് പ്രതീക്ഷിക്കാൻ. അല്ല എങ്കിൽ ഒരിക്കലും വി മുരളീധരൻ 734 വോട്ടുകൾ അടൂർ പ്രകാശ് മുന്നിൽ. പ്രകാശ് മുന്നിൽ. വാശിയേറിയ മത്സരം, ശക്തമായ മത്സരം നടക്കുന്നു. 734 വോട്ടുകൾക്ക് വീണ്ടും അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ മുന്നിൽ. എന്ത് സംഭവിക്കും ആറ്റിങ്ങലിൽ? എന്താകും ആറ്റിങ്ങലിന്റെ ഫലം? കാത്തിരുന്നു കാണേണ്ടി വരും. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആറ്റിങ്ങലിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ചിത്രം ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അവിടെ ആര് ജയിക്കും, ആര് തോൽക്കും? അഭിലാഷ്, വീണ്ടും 2-16-2 എന്ന് നമ്മുടെ സ്ക്രീൻ മാറുകയാണ്. LDFന് 2, രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. 17,000 വോട്ടുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. ലീഡ് നില വർദ്ധിക്കുന്നു, വീണ്ടും വർദ്ധിക്കുന്നു. 17,000-ത്തിലേക്ക് വീണ്ടും ലീഡ് നില ഉയരുകയാണ്. ഒരുപക്ഷെ UDF കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് പോലെ ഘട്ടം ഘട്ടമായി ഇനി UDFന്റെ നില ഉയരുകയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ നില താഴുകയും ചെയ്യുക. അങ്ങനെ ഒരു വിജയമാണ് ഈ മണിക്കൂറുകളിലും ഈ നിമിഷങ്ങളിലും UDF സ്വപ്നം കാണുന്നത്. തൃശൂരിന് ശേഷം തിരുവനന്തപുരത്തും താമര വിരിയുമോ? തൃശൂരിന് ശേഷം തിരുവനന്തപുരത്തും താമര വിരിയുമോ? കാത്തിരുന്ന് കാണണം. അതിനുള്ള എല്ലാ സൂചകങ്ങളും ഇപ്പോൾ ഈ ഫലസൂചനയുമായി ബന്ധപ്പെട്ട് നൽകുന്നു. വിശ്വപൗരന് തിരുവനന്തപുരത്തെ ജനത തിരിച്ചടി നൽകുകയാണോ? വീണ്ടും 11,000 അഭിലാഷ. വീണ്ടും 11,000-ത്തിലേക്ക് ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം. അപ്പോഴും 10,000-ന് മുകളിലെ ഭൂരിപക്ഷം നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖരനാകുന്നു. അത് BJPക്ക് പ്രതീക്ഷ നൽകുന്നു. BJPയുടെ ആ ഭൂരിപക്ഷം ഇനി ശശി തരൂരിന് മറികടക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും 2 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ ഇപ്പോഴും പിടികൊടുക്കാത്ത മണ്ഡലങ്ങളായി തുടരുന്നു. അത് ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ്. ആറ്റിങ്ങലിൽ ആണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ ഗ്രാഫ് മാറി മറിയുമോ എന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. അപ്പോഴും BJP ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ഇത്തവണയും കാഴ്ചവെക്കുന്നു. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എക്കാലവും കൃത്യമായ വോട്ട് വിഹിതമുള്ള മണ്ഡലം ആണ് തിരുവനന്തപുരം എന്നത്. പലപ്പോഴും മറ്റ് ഇടങ്ങളിലേക്ക് BJPക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത കാലങ്ങളിൽ പോലും BJPക്ക് കൃത്യമായ ഒരു വോട്ട് അടൂർ പ്രകാശ് 721 വോട്ടുകൾക്ക് മുന്നിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. സുരേഷ് ഗോപിയുടെ ലീഡ് നില 64,000 കടന്നു. അടൂർ പ്രകാശ് 721 വോട്ടുകൾക്ക് മുന്നിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം കാര്യമായി വർദ്ധിക്കുന്നില്ല, ലീഡ് നില വർദ്ധിക്കുന്നില്ല. പക്ഷെ അപ്പോഴും മാറി മാറി മറിയുകയാണ് ലീഡ് നില. തൃശ്ശൂര് BJPക്ക് തന്നെ കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ആണ്. തൃശ്ശൂര് ഇത്തവണ സുരേഷ് ഗോപി എടുക്കട്ടെ എന്ന്, എടുത്തുകൊള്ളൂ എന്ന് LDFും UDFും ഏതാണ്ട് സമ്മതിച്ച സാഹചര്യമാണുള്ളത്. അതിനോടൊപ്പം തിരുവനന്തപുരവും എടുക്കാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക്
അറിയേണ്ടത്. 10,000-ന് മുകളിൽ ലീഡ് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് തുടരുക തന്നെയാണ്. അരുണിലേക്കൊന്ന് പോകണം, വളരെ പെട്ടെന്ന് അരുണിലേക്കൊന്ന് പോകണം. അരുണിനെ വളരെ പെട്ടെന്ന് PCL കണക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ് ഈ ഫലസൂചനകളിൽ ആകാംക്ഷ നിറയ്ക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ ആകാംക്ഷ നിറയ്ക്കുന്നത്. അരുൺ പറഞ്ഞോളൂ, തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് 11,950 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ. അദ്ദേഹത്തിന് ലീഡ് നേരത്തെ ഉള്ളവർ ഉയർത്തിപ്പോകാനാകുന്നില്ല. അത് ഇനി എന്നാലുള്ള മണ്ഡലങ്ങളുടെ പ്രത്യേകതയാണ്. അത് എത്രത്തോളം അവിടെ UDF പിടിച്ചു നിൽക്കാനാകും. തിരുവനന്തപുരം മണ്ഡലം ഉൾപ്പെടെ എണ്ണാനുണ്ടെങ്കിലും ഒരു 3 ലക്ഷത്തോളം വോട്ടുകൾ ഇനി എണ്ണാനുണ്ട്. ഇതിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ മേഖലകൾ UDF-നാണ് കുറച്ചുകൂടി അനുകൂല മേഖല, പ്രത്യേകിച്ച് നഗരമേഖലകളിൽ വോട്ട് എണ്ണാനുണ്ട്. വട്ടിയൂർക്കാവിലും പാറ്റൂരും കുന്നുകുഴിയും പോലുള്ള മേഖലകളാണ്. ഈ വട്ടിയൂർക്കാവും പോലെയുള്ള നഗര കേന്ദ്രീകൃത മേഖലകളിൽ BJP-ക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളല്ലേ? വട്ടിയൂർക്കാവിൽ BJP-ക്ക് സ്വാധീനമുള്ള മേഖലകൾ പ്രധാനമായും വട്ടിയൂർക്കാവ്, പേരൂക്കട അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഈ കുന്നുകുഴി, കണ്ണമ്മൂല ആ ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെ BJP-ക്ക് സ്വാധീനമില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ കുറച്ചുകൂടി ശക്തി കോൺഗ്രസിനുള്ള മേഖലകളാണ്. LDF-നും അവിടെ കാര്യമായ വോട്ട് ലഭിക്കാവുന്ന മേഖലകളാണ്. അരുൺ, ഒരു സംശയം കൂടി, ഈ നേമം മേഖലയിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞോ? ഏറ്റവും അവസാനം ലഭിക്കുന്ന കണക്ക് പ്രകാരം നേമത്ത് ഇനിയും നമ്മൾ ലഭിച്ച ഔദ്യോഗിക കണക്കല്ല, അവിടെ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നേമത്ത് 12 റൗണ്ടാണ് എണ്ണാനുള്ളത്. 5 റൗണ്ടാണ് ഔദ്യോഗികമായി പൂർത്തിയായി നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനിയും 7 റൗണ്ടോളം അവിടെ എണ്ണാനുണ്ട്. പാറശാലയിൽ 7 റൗണ്ട് ബാക്കിയുണ്ട്. കോവളത്ത് 7 റൗണ്ട് ബാക്കിയുണ്ട്. നെയ്യാറ്റിൻകരയിൽ 5 റൗണ്ട് ബാക്കിയുണ്ട്. കഴക്കൂട്ടത്ത് 6 റൗണ്ട് ബാക്കിയുണ്ട്. വട്ടിയൂർക്കാവിലും അതുപോലെ 6 റൗണ്ട് ചാൻസ്. ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല, എന്തും സംഭവിക്കാം തിരുവനന്തപുരത്ത് എന്ന സാഹചര്യമാണ് VV അരുൺ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരവും ആറ്റിങ്ങലുമായി നമ്മളുടെ ശ്രദ്ധ ചുരുങ്ങുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയാൻ 2-16-2 എന്ന നിലയിലാണ് ഇപ്പോൾ നില. 16 UDF, 2 LDF, BJP 2. അരുൺ ടെലിഫോൺ ലൈനിലുണ്ടോ? ആറ്റിങ്ങൽ എന്താണ് സംഭവിക്കുന്നത്? ആറ്റിങ്ങൽ വീണ്ടും ലീഡ് കുറഞ്ഞു. അടൂർ പ്രകാശ് ലീഡ് 686 കുറഞ്ഞു. ഇപ്പോൾ 1,46,981 വോട്ടാണ് അടൂർ പ്രകാശ്. തൃശ്ശൂരിലെ വിജയാഘോഷമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നിരിക്കുന്നു കേരളത്തിൽ. അവിടെ തൃശ്ശൂരിൽ BJP പ്രവർത്തകർ ആഹ്ലാദം തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി BJP കേരളത്തിൽ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നിരിക്കുന്നു. തൃശൂർ സ്വദേശി കൂടിയായ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ നിന്ന്